Hi friends, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിക്രം കോയിൽ എങ്ങനെ എടുക്കുന്നത് എന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൂന്ന് രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സോൾഡറിങ് അയണിന്നാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ പാർട്സ് ഒക്കെ ഓരോന്നായിട്ട് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ വയറൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ശേഷം നമുക്ക് ഈ ഹീറ്റിംഗ് കോയിലിന്റെ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്തോടെ നമുക്ക് ഇളക്കാൻ പറ്റും, പക്ഷെ അത് ഈ സോൾഡറിങ് എൻഡിൽ ഇളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതേപോലെ ഒരു മണൽ പോലത്തെ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഇത് ഹീറ്റിംഗ് കോയിലിനുള്ള അതിൻ്റെ അകത്ത് വരുന്ന ഇതാണ്. ശേഷം ഇതേപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്രം വയർ. വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു വയറാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പടക്കം റിമോട്ട് വെച്ച് നമുക്ക് എങ്ങനെ പൊട്ടിക്കാമെന്നത് ആ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, നിക്രം കോയിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്, നമുക്ക് അല്ലാതെ എടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതിയിലോട്ട് പോകാം. ഞാനിവിടെ പഴയൊരു അയൺ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല തുരുമ്പൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിത് സ്ക്രൂ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ കിട്ടുന്ന പോലെയൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് തന്നെ സ്ക്രൂ ഒക്കെ വെച്ച് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ നെട്ടും ബോൾട്ടൊന്നും നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് ഈ ഇരുമ്പ് ഭാഗം നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതാണ് ഹീറ്റിംഗ് കോയിൽ, ഒരു ആർച്ചിൻ്റെ ഷേപ്പിലിരിക്കുന്നത്. അതാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ. ഇപ്പോൾ നമുക്കിത് പയ്യെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് പൊട്ടിയാലും കുഴപ്പമില്ല. ഇത് നല്ല പഴയതായതുകൊണ്ട് പൊട്ടിയാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്രോം കോയിൽ. ഇപ്പോൾ ഇത് നമ്മുടെ കുറച്ച് കട്ടി കൂടിയതാണ്. നമ്മുടെ സോൾഡറിങ് അയണിനെക്കാളും ഇത്തിരി കട്ടി കൂടിയ നിക്രോം കോയിലാണിത്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് സംഭവം, എക്സോ ആണിത്. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴിയുന്ന സംഭവമാണ്. അപ്പോൾ ഇതും ഒരു നിക്രോം കോയിൽ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ നിക്രോം കോയിലിൻ്റെ പെർഫോമൻസ് തരുന്നുണ്ട്, നല്ല ഇതിൽ സ്പാർക്ക് വരുന്നുണ്ട്. അതാണ് ഞാൻ എടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വയറിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 12 വാൾട്ട് DC ചാർജറിലാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വിച്ച് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഉണ്ടോ, നല്ല സ്പാർക്ക് വരുന്നുണ്ടോ? ഈ മെത്തേഡാണ് ഞാൻ പടക്കം പൊട്ടിക്കാനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തീപ്പെട്ടി കൊള്ളി വയ്ക്കുകയാണ്, കത്തുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. നല്ലവണ്ണം തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.